അവസാനത്തെ ലാസ്റ്റ് വീക്കിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ്. This is a miracle testimony that the Lord did during this last week. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അവസാന 2024 ലാസ്റ്റ് നിമിഷം ഒരു സാക്ഷിയാക്കി ഉയർത്തതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. Glory to God. Thank you, Lord, for making me a miracle testimony this last week. ആമേൻ. ഞാനൊരു നഴ്സായിട്ട് ഇവിടെ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 2020 ഡിസംബർ 27 ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ജോയിൻ ചെയ്തു. I was working in a hospital in the past year 2024. 2020. So 4 years completed already. Completed 4 years. Praise God. അതിൽ 4 വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അടിമനുഖത്തിന്റെ ഇടയിലായിരുന്നു. I was for the past 4 years, I was working as a bondage. It's a prison like. It was like a prison. തടവറയുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് തോന്നിയ കൂടെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Even if I wanted to come out of there, I was not able to. ഞാൻ ലാസ്റ്റ് 1 year ആയി പാസ്റ്ററിന്റെ അവിടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്. I've been coming here for the past 1 year in this church for worship. ഞാൻ വരുമ്പോൾ തൊട്ടുള്ള എൻ്റെ പ്രാർത്ഥന എന്നെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു. All my prayers were that Lord take me out of that place. കാരണം എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം, എനിക്ക് അവിടെ ഒട്ടും സമയം കിട്ടുന്നില്ല. Because I want to stand for the kingdom of God and I was not getting enough time. എനിക്ക് ആരാധനയ്ക്ക് വരണം, എന്നെ ആരാധനയ്ക്ക് വിടുന്നില്ല. I want to come for worship but they're not sending me for worship. ഞാൻ മോശയെ പോലെ അവിടെ ജനത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും അവരെന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Even like Moses was speaking for the people, they were stopping me. ഞാൻ ശക്തമായി പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നമുക്ക് സമയം കൊടുത്തിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് Even while I wanted to be anointed with the Holy Spirit, I know that I have to be seated before the presence of the Lord. പാസ്റ്ററിന് അറിയാം, ഞാൻ ഇപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിൽ പോയി വർക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നത്. ഓൾറെഡി അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം ഭയങ്കര 3 പേരുടെ പണി അല്ലെങ്കിൽ 2 പേരുടെ പണി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയായിരുന്നു. And I have to journey from Sharjah to Dubai to go to the hospital to work, and it was taking a lot of time. And they were making 3 people's work to be done by 1 person. നമ്മുടെ ഇതിൽ വായിച്ചിട്ടുണ്ടാവും, ഇസ്രായേൽ മക്കളെ കൊണ്ട് ഇഷ്ടിക്കും ചൂളയും കൊടുക്കാതെ പണിയെടുത്തോണ്ടിരിക്കണമെന്ന് പറയണ പോലെയായിരുന്നു. And it was like making the Israelites work without giving them straw to make bricks. We were in that similar situation. പാസ്റ്ററിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാസ്റ്റർ പറയായിരുന്നു, അഗ്നി ഇതിൽ ഉരുക്കുന്നത് പോലെ, തീയിലിട്ട് ഉരുക്കുന്നത് പോലെ ദൈവം വാർത്തെടുത്തോണ്ടിരിക്കുകയാണെന്ന്. And when I was telling this to pastor, he told that God is preparing me through the testing fire. ശരിക്കും അത് തന്നെയായിരുന്നു. 4 വർഷം ഞാൻ അവിടെ നിൽക്കുമ്പോഴും എനിക്ക് തടവറയുടെ ഉള്ളിലത്തെ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതെനിക്ക് പറഞ്ഞ് നിങ്ങളെ എത്തിപ്പിക്കാൻ പറ്റത്തില്ല. For these 4 years, the way I was struggling in that prison, I cannot tell it in words. ഞാൻ പൂർണ്ണ ഗർഭിണിയായിട്ടും കോവിഡ് വാർഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. Even while I was fully pregnant, I was working in the COVID ward. അപ്പോഴും ഞാൻ എന്താ വെച്ചാൽ സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ട്. കോവിഡിനെ ഞാൻ ഭയന്നിട്ടില്ല. I did not fear COVID because the Almighty God was with me. അത്രയും കോവിഡ് രോഗികൾക്കിടയിൽ ദൈവം എന്നെ സാക്ഷിയായി നിർത്തി. അവർക്കൊരു And it was a testimony to them because I was a wonder to them. അതുപോലെ തന്നെ ഓരോ നിമിഷവും ഇപ്പോൾ ഞാൻ ഓരോ സമയത്തും ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് മാറണമെന്ന് പറഞ്ഞപ്പോഴൊക്കെയും ഞാൻ അതിൽ നിന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നതുകൊണ്ട് അവരെന്നെ കുറേ തഴഞ്ഞു. അപ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി തന്നെ നിന്നു. I stood for God even when they prevented me because I spoke such things. എനിക്കൊരു ക്ലാസ് എടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ ഞായറാഴ്ചത്തേക്ക് മാറ്റി. എനിക്ക് ഞായറാഴ്ച ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ആരാധനയ്ക്ക് വരാമെന്ന് വിചാരിച്ചിട്ട്. There was a situation where I had to take class and on Sunday I want to come to worship after the class. അതിനുവേണ്ടി ഞാൻ കെഞ്ചി അവരോട്, ഞാൻ അറ്റ്ലീസ്റ്റ് 4 മണി വരെ ഇരുന്ന് ക്ലാസ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ വർഷിപ്പിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. I begged them that I'll do the class till 4 o'clock. After that, can I go for worship? ഇപ്പോൾ എനിക്കൊരു കാര്യം പറയണം. ഞാൻ ശ്രീജിത് പാസ്റ്റർ എനിക്ക് പൈസ എന്ന് പറയണതൊന്നുമല്ല, ശ്രീജിത് പാസ്റ്ററിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണതല്ല. സത്യം ഇവിടെ ഞാൻ അനുഭവിച്ചൊരു പ്രസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് ഇതുവരെ ഞാൻ എത്ര ചർച്ചിൽ പോയിട്ടുണ്ട്. ഞാൻ വചനം കേൾക്കാൻ ദാഹിച്ച് ഒരുപാട് ചർച്ചയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ഇവിടെ അനുഭവിച്ച പ്രസൻസ് ഞാൻ ഇതുവരെ വേറൊരിടത്തും അനുഭവിച്ചിട്ടില്ല. I'm not telling this to boost Pastor Srijit that wherever I have gone to many churches because I was thirsty for the word, but the presence that I enjoyed in this church I've never experienced anywhere. സാന്നിധ്യം
ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു Hallelujah. നല്ലൊരു പാസ്റ്റർ നമുക്ക് കിട്ടിയതിന് നമുക്ക് ശരിക്കും ദൈവത്തിനോട് നന്ദി പറയാം. We thank God for a pastor who is filled with the presence of God. ഇന്ന് ഈ ലാസ്റ്റ് ഞാൻ എൻ്റെ ജനുവരി തൊട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, എന്നെ റിന്യൂ ചെയ്യാൻ അവിടെ വെക്കല്ലേ ദൈവമേ എന്നുള്ളത്. എനിക്ക് ഓരോ ഇത് വരുമ്പോഴും ഞാൻ വാഷ്റൂമിൽ പോയി നീൽ ഡൗൺ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അവിടെ From January 1st, I was keeping on praying that Lord, move me away from that place. And whenever I get time, I go to the washroom, I kneel down and I pray, Lord, take me out of here. ഞാൻ ഇത്ര അപമാനം സഹിച്ചും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കൂടെയുള്ള കൊളീഗ്സ് എന്നോട് ചോദിച്ചു, ചേച്ചി ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താ കേൾക്കാത്തതെന്ന്. So my colleagues even asked me that even after praying so much, why is God not listening to you? ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, ദൈവം കറക്റ്റ് സമയത്ത് എനിക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കുമെന്ന്. And I told them that at the appointed time, my God will lift me up because He is a God who prepares a feast in front of my enemies. ഞാൻ പറഞ്ഞു, ജോസഫിന്റെ പോലെ ഞാനിപ്പോൾ ഒരു തടവറയുടെ ഉള്ളിലാ, കറക്റ്റ് ദൈവം എന്നെ മാനിക്കുന്ന ദിവസം ദൈവം എന്നെ ഇവിടെ നിന്ന് ഉയർത്തുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. I kept on telling that just like Joseph was in the prison, the Lord will take me out of prison one day. കറക്റ്റ് എനിക്ക് റിന്യൂ ചെയ്യാൻ സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ഡിസംബർ 12th ആയിരുന്നു. ഡിസംബർ 11th എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നു, ഒരു സ്കൂൾ നഴ്സായിട്ട് ഒരു ഷാർജൽ ദുബായിലുള്ള ഒരു കിസസിലുള്ള ഒരു സ്കൂളിൽ നിന്ന്. There was the time to renew my contract was December 12th. On December 11th, I got a call for an interview as a school nurse in a school. The same day ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഹോസ്പിറ്റലിൽ നിന്ന് ഈവനിങ്ങിൽ. It was an online interview at the hospital in the evening. Same day. അപ്പോൾ ഞാൻ പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഇന്റർവ്യൂ കോൾ വരുന്നുണ്ട്, രണ്ടിനും വേണ്ടി ഇപ്പോൾ ദൈവം അത്ഭുതം ചെയ്യും, പ്രാർത്ഥിക്കാതെ ഒരു വിടുതലിന്റെ സമയമാണെന്ന് പറഞ്ഞു. I called pastor and I said there's an interview call in the evening and pastor said there's a time of deliverance for you. ആമേൻ. ഞാൻ രാവിലെ അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഇത്ര നാൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വോക്കിൻ ഇന്റർവ്യൂവിന് കുറേ ഇന്റർവ്യൂവിന് ഞാൻ പോയായിരുന്നു. വോക്കിൻ ഇന്റർവ്യൂ എൻ്റെ സാന്നിധ്യം അവിടെ എത്തണം, ബാക്കി ദൈവം ചെയ്തോളൂ എന്ന് വിചാരിച്ച്. And there was a lot of walk-in interview. I felt that I will go and do the interview and the Lord's presence will help me. ഇപ്പോൾ ലാസ്റ്റത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവിന് ദൈവമേ 2 ഇന്റർവ്യൂ സെയിം ഡേ, ഇതിലേതാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഒരു ഇന്റർവ്യൂ എനിക്ക് ഇപ്പം സ്കൂൾ നഴ്സിനേക്കാളും ലൈക്ക് 3000 AED എക്സ്ട്രാ ആണ് അവിടെ പേയ്മെൻറ്റ്. സ്കൂൾ നഴ്സിൽ പേയ്മെൻറ്റ് ഈസ് ലെസ്, ബട്ട് എന്നെ അവിടെ ആരും ആരാധനയ്ക്ക് തടയില്ല. സാറ്റർഡേ സൺഡേ ഈസ് ഹോളിഡേ. So there were 2 interviews and one in the first interview I would get 3000 AED more, but the school but that would not allow me to come for worship. The school nurse would help me to come because Saturday and Sunday is a holiday. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആലോചിച്ച് കിടക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു സ്വപ്നം കണ്ടു. ഞാൻ അതിലൊരു ത്രാസിലെ ഒരു ഭാഗം അഗ്നിയും ഒരു ഭാഗം പൈസയായിരുന്നു. So I saw a dream, and in that I saw a balance in which on one scale was fire and on the other scale was money. ആ ഒരു സ്വപ്നം കണ്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് കറക്റ്റ് ആ സ്വപ്നം ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തന്നെ തേടുന്നേ, എനിക്ക് പൈസ ആവശ്യമില്ല. എനിക്ക് പൈസ ആവശ്യമില്ല, ദൈവം മരുഭൂമിയിലും നമ്മളെ ശ്രേഷ്ഠമായി മാനിക്കാൻ കഴിയുള്ള ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആരാധന മുഖ്യം കൊടുക്കുക, ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ തേടുക. I remembered the dream the next day morning and I said that I will take the job which will help me to come for worship because the money is, though it is important, the Lord is capable of giving me and blessing me in the wilderness. സോ ഇന്റർവ്യൂ കഴിഞ്ഞ്, സ്കൂളിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇതുപോലെ ഈ ഡ്രീം കണ്ടതും പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ആരാധന തന്നെ തിരഞ്ഞെടുത്ത് ദൈവം വലിയ കാര്യങ്ങൾ അതുവഴി ചെയ്യുമെന്നുള്ളത്. And pastor also, when I prayed, when I went to pray to him, with him, he said that you select the interview which is allowing you to go for worship. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു റിന്യൂവിന് ചെയ്യാനായിട്ട്. എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. അവർ പറയാമെന്ന് പറഞ്ഞു, പക്ഷേ വിൻ്റർ ഹോളിഡേയ്സ് ആയ കാരണം അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, പാസ്റ്ററിന് ഫെയ്ത്തിൽ സ്റ്റെപ്പ് എടുക്കുക. The next day morning I had to sign because it was the last day of the renewal and there was winter holidays in the school, so I did not get any offer letter from them yet, and pastor said take a step in faith. So അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച് ഞാൻ ആ സ്റ്റെപ്പ് എടുത്തു. ഞാൻ അവിടെ റിന്യൂവലിന് ഐ എം നോട്ട് റിന്യൂവിങ് ദിസ് ഇയർ കോൺട്രാക്ട്, ഐ സൈൻഡ് ആൻഡ് ഐ സെൻഡ് ദ മെയിൽ ടു ദം. I took a step in faith and I decided and I told them that I'm not going to renew my contract. അപ്പോൾ
അതിനുശേഷം ഓഫർ ലെറ്റർ വരാതെ ഞാൻ ആ വിത്തൗട്ട് റിന്യൂവൽ കോൺട്രാക്ട് കൊടുത്തിട്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. നീ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച്. So it was a big question for others that without getting an offer letter, why did you resign? And they were testing. അവർക്കറിയില്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാന്നുള്ളത്. Even though they do not know, I know the Lord whom I worship. Praise God. അപ്പോൾ എൻ്റെ മനസ്സിൽ ആകുലതകൾ ഏറുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു സങ്കീർത്തനം 46:10 ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ദ ലോർഡ്. I kept on repeating the verse Psalms 46:10, be still and know that I am God. അപ്പം ഞാനത് പ്രാർത്ഥനയാക്കി, ദൈവമേ ഞാൻ ശാന്തമായിരുന്നു അങ്ങൻ്റെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. And I kept on meditating in my heart and said that Lord, I'm believing that the verse 46:10. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ആകുലത വരുമ്പോഴും ഞാൻ വചനം എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഞങ്ങൾ ശാന്തരായിരുന്നാൽ മതി. And I kept on repeating that all my battles will be fought by the Lord. I just have to be still and know my God is working. പിന്നെ ജോബ് 42:2 കർത്താവെ അങ്ങേക്ക് സകലതും സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടുക്കുവാനാകില്ലെന്നും ഞാൻ അറിയുന്നു. വചനങ്ങൾ ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. I kept on repeating the verse in Job that God can do mighty things. After 1 week, I got offer letter from the school. During the winter holidays. During the winter holidays itself, I got the offer letter from the school. ദൈവത്തിന് ഒരുപാട് നന്ദി. After 4 years, in my mailbox, I got an offer letter. After 4 years, I got an offer letter in my email. ഇവിടെ ആരെല്ലാം ഇപ്പം നമുക്ക് തോന്നുന്നത് നമ്മൾ തടവറയിൽ നമുക്ക് പ്രോസ്പർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും പറ്റും. ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നത് ഈ തടവറയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണ്. It was during this prison time that I was able to grow spiritually. People think that is it possible to grow while you are in the prison? നമുക്കറിയാം പൗല് സ്തുതിച്ചുകൊണ്ടിരുന്നത് തടവറയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണ്. It was Paul also worshipped and praised God while he was in prison. പത്രോസ് ഉറങ്ങിക്കൊണ്ടിരുന്നത് തടവറയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണ്. And Peter also was sleeping in the prison. യോഹന്നാൻ ബുക്ക് എഴുതിയത് തടവറയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണ്. And even John wrote the book while he was in the prison. ജോസഫ് ആ തടവറയ്ക്കുള്ളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ജോസഫിനെ ദൈവം മാനിച്ചുയർത്തി. And because Joseph was faithful in the prison, the Lord lifted him up. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരോട് ദൈവത്തിൻ്റെ നാമത്തിൽ സഹോദരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിരിക്കുന്ന ഏതൊരവസ്ഥയാണെങ്കിലും ഡോണ്ട് കംപ്ലെയിൻ ആൻഡ് don't compromise to God for anything. As a sister, I am telling all of you that whatever the situation, do not complain and do not compromise with God for anything. നമ്മളിപ്പോൾ ഒരാഴ്ച ഇപ്പം സൺഡേ വന്ന് നമ്മൾ ആരാധിച്ച് വർഷിപ്പ് പോയി ചെയ്യുമ്പോൾ നമ്മളതിനെ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയില ഭയങ്കര ആവിയിൽ നിറഞ്ഞ് ആരാധിക്കണേന്ന് തോന്നും. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരാഴ്ചത്തെ ലൈഫ്, അതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നെന്നുള്ളത്. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫ്, ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ദൈവത്തിന് മാന്യത കൊടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ മാനിച്ചുയർത്തും. When we worship on Sunday, we are living a good spiritual life, but God also sees the week next, that how we are living our personal life, so that is also important. ഈ അവസാന നിമിഷത്തിൽ എനിക്ക് കിട്ടിയ അത്ഭുതത്തെ പോലെ ദൈവം ഓരോരുത്തർക്കും, ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ 2024 കഴിഞ്ഞിട്ടില്ല, ഈ ഇനിയുള്ള ദിവസങ്ങളിൽ മെയിൽ ബോക്സ് എല്ലാവരുടെയും ഓഫർ ലെറ്റർ കൊണ്ടും അവസാനത്തായിട്ട് വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I thank God for this offer letter which I have received in this last Sunday, and I believe that God can do miracles in the last second, and let God bless you all with offer letters even in the last minute. Amen. Praise God. Amen. Hallelujah. അതൊരു പ്രവചന ശബ്ദമാണത്. That's a prophetic word. ലാസ്റ്റ് സെക്കൻഡിൽ മെയിൽ ബോക്സുകൾ നിറയുന്നത്. Amen. In the last second, mailbox will be filled with your offer letters. ഇതൊരു അത്ഭുത സാക്ഷ്യമാണിത്. This is a miracle testimony. 2024ലേക്കുള്ളത് 25-ലല്ല മേടിക്കേണ്ടത്, 24-ൽ തന്നെ മേടിക്കണം. What is for 2024, you're not receiving it in 25, you have to receive in 2024 itself. ലാസ്റ്റ് മണിക്കൂറുകളിൽ മേടിച്ച അത്ഭുതമാണിത്. This is a miracle that you received in the last hours. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Lift your hands and praise the Lord. Hallelujah. Hallelujah. വാഗ്ദത്തം ഉണ്ട്, പ്രോമിസ് ഉണ്ട്. ധൈര്യത്തോടെ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു, റിസൈൻ ചെയ്തു. ഓഫർ ലെറ്റർ കിട്ടിയിട്ടല്ല, പക്ഷെ പ്രോമിസ് നേരത്തെ കിട്ടി, അതുകൊണ്ട് റിസൈൻ ചെയ്തു. തീരുന്നതിന് മുന്നമേ ഓഫർ ലെറ്റർ കയ്യിൽ വന്നു. The promise was there, she resigned, she did not get the offer letter yet, but after she took a step in faith, she got the offer letter.